വിരാട രാജാവിന്റെ പത്നി വേഷപ്രച്ഛന്നയായ ദ്രൗപദിയെ കണ്ട് ഇപ്രകാരം ചിന്തിക്കുന്നു. ഇവൾ കേവലം വെറുമൊരു ദാസി മാത്രമല്ല, വല്ല ദേവിയോ യക്ഷിയോ ആയിരിക്കും. പക്ഷെ ഇവളുടെ വിനയവും പെരുമാറ്റവും കാണുമ്പോൾ ഇവളെ ഇവിടെ താമസിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു. പക്ഷെ ഇവളുടെ അസാമാന്യ സൗന്ദര്യത്തിൽ രാജാവ് ആകൃഷ്ടനായി തീർന്ന് തന്നെ ഉപേക്ഷിക്കുമോ എന്നതായിരുന്നു സുദേഷ്ണയുടെ ചിന്ത. ഒടുവിൽ ദ്രൗപദിയോട് തന്നെ സുദേഷ്ണ തുറന്നു പറയുന്നു, മാലിനി, നിന്നെ ഇവിടെ താമസിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിന്റെ സൗന്ദര്യം കണ്ടാൽ രാജാവ് ഭ്രമിച്ചു പോകില്ലേ? രാജാവിൻ്റെ മുന്നിൽ പോകാതെ നിനക്കിവിടെ ജീവിക്കുവാനും സാധ്യമല്ല. ഇത് കേട്ട് ദ്രൗപദി പറഞ്ഞു, ആ കാര്യത്തിൽ ഭവതി ഒട്ടും വിഷമിക്കേണ്ട. ഒരു മർത്യനും എന്നെ കാമിക്കുവാൻ സാധ്യമല്ല. യുവാക്കന്മാരും ബലവാന്മാരുമായ 5 ഗന്ധർവന്മാരാണ് എൻ്റെ ഭർത്താക്കന്മാർ. അവർ നിത്യവും എന്നെ സംരക്ഷിക്കുന്നു. ആരെങ്കിലും എന്നെ കാമിച്ച് പ്രാപിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ അവൻ്റെ കഥ കഴിക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ സുദേഷ്ണയ്ക്ക് ആശ്വാസമായി.